ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോബണ്ണും അതിൻ്റെ കൂടെ മിനി ഷവർമ്മയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇങ്ങനെ ചെറിയൊരു ബൗള് ഇളം ചൂട് പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നോർമലി കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. പാലെടുത്ത ബൗളിന് 2 കപ്പ് മൈദ കൂടി ഇതൊക്കെ ഇടണം. പാൽ ഏതിലാണോ എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് മൈദ ഇട്ടിട്ട് അതിനാവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് ഒലീവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ജസ്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്നുകൂടി കുഴക്കണം. ഇനി ലേശം ഒലീവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 3-4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇതിന് ഞാൻ 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കുന്നല്ലോ. ഇനി അതിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒരു ലേശം മൈദ തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തിന്നായിട്ട് പരത്തണ്ട, നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്ന പോലെ അത്ര തിക്കിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഏതെങ്കിലും കുപ്പിയുടെ മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്ക് ഇതിന്ന് 5 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് തിക്കിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ബോളും ഇതുപോലെ തന്നെ മൈദയൊക്കെ തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതും പരത്തിയെടുത്തിട്ടുണ്ട്. അത് നേരത്തേക്കാളും ഒന്ന് വലിയതാക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ ഒരു മൂടി കൊണ്ടാണ് റൗണ്ട് ആക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ എനിക്ക് 5 പീസ് ഇതിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ നടുഭാഗം ഇതൊന്ന് മടക്കിയെടുക്കുക. ഇതിങ്ങനെ മടക്കിയെടുത്ത് വരുമ്പോഴേക്കും ഒന്ന് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്ന് പരത്തി കൊടുക്കണം. വല്ലാതെ പ്രസ് ചെയ്ത് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇനി ഇത് വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ അടച്ചു വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നൂൽപുട്ടിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മളെ മിനി ഷവർമ്മ ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ് ഇട്ടിട്ട് പൊരിച്ചെടുത്ത് പീസാക്കിയതാണ്. പിന്നെ കുറച്ച് വലിയ ഉള്ളി, ക്യാരറ്റ്, കുക്കുംബർ, കുറച്ച് കാബേജ്, മയോണൈസ്, സോസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇട്ടു. പിന്നെ ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള മയോണൈസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മൾ നോർമലി ഷവർമ്മക്ക് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം.
ഇനി ഈ കുബൂസ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ പതുക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് തുറന്നെടുക്കണം. അപ്പോൾ അതാ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. കുറച്ച് മയോണൈസ് കൂടി അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമയായിരുന്നു. നമുക്ക് കഴിക്കാനും അതിനൊക്കെ നല്ല എളുപ്പമാണ്. ഷവർമയുടെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞതാ. ഇനി ബോബണ് അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അതും എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ഒന്ന് പൊട്ടൊന്നും ചെയ്യാണ്ട് അതാ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ കുക്കുംബർ, ക്യാരറ്റ്, ചിക്കന്, സോസ് എല്ലാം എടുത്തിട്ടുണ്ട്. സോസും മയോണസും സോസും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ എല്ലാം നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ ചിക്കൻ നേരത്തെ നിന്ന് എടുത്ത് വെച്ച ചിക്കൻ തന്നെയാണ്. ഇനി ആദ്യം അതിലേക്ക് ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ഒരു 2-3 പീസായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ കൂടി വെക്കണം. ചിക്കനും കൂടി വെച്ചപ്പോൾ അതാ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള റെസിപ്പികളാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.